എന്തുവാ? മുട്ടയാന്ന്? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു പ്രിയങ്ങളെ, മഴയായിരുന്നു. ദേ കണ്ടോ, നനഞ്ഞ്. കോട്ടുണ്ടായിരുന്നു, കോട്ടിടാൻ മടിച്ചിങ്ങി പോന്നു. വീട്ടിലോട്ടല്ലേ പോരുന്നതെന്ന് ഓർത്തൊടിങ്ങി മഴയൊക്കെ കൊണ്ടിങ്ങി പോരും. ഇമ്മിണി മീൻ മേടിച്ചു, കേരയാ മേടിച്ചത്. വേറെ മീനൊക്കെ ഉണ്ടായിരുന്നു, മത്തി, പിന്നെ വലിയ കൊഞ്ച് 900 രൂപ. ഇത് ടൈഗർ കൊഞ്ച് അങ്ങനെ കണ്ട് എഴുതിയേക്കുന്നത്. അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉള്ളായിരുന്നേ, മത്തി അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു കേര മേടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അതും വാങ്ങിച്ചുകൊണ്ട് ഇനി പോരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിച്ചു, വിനാഗിരി വാങ്ങിച്ചു, പിന്നെന്താ കാപ്പിപ്പൊടി വാങ്ങിച്ചു. വിനാഗിരി മേടിച്ചെന്ന് പറഞ്ഞാൽ അമ്മ അച്ചാറിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഇന്നലെ തൊട്ട് എന്നോട് പറയും ഇവിടെ ഇരുന്നത് തീർന്നായിരുന്നു. അമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അച്ചാർ പരിപാടിയൊക്കെ, അല്ലെ നമുക്ക് അങ്ങനെ അച്ചാറിൻ്റെ ഒരു ഇതേ ഇല്ലല്ലോ. അമ്മ ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതേപോലെ ഇവിടെ കൊണ്ടുവച്ചേക്കും. പിന്നെ ഞാൻ അതിനകത്ത് വിനാഗിരി ചേർത്ത് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ ഞാൻ വിനാഗിരിയുടെ ആവശ്യം ഇവിടെ അങ്ങനെ ഇല്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ആണ് അമ്മ അച്ചാറിട്ട് തന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇച്ചിരി വിനാഗിരി വാങ്ങിച്ച് ഒഴിച്ചേക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചിരുന്നതാണ്, അത് തീർന്നു. പിന്നെ ഇന്നലെ നാരങ്ങാച്ചാർ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാരങ്ങാച്ചാർ ആണെങ്കിലും മാങ്ങാച്ചാർ ആണെങ്കിലും അന്നേരം ഇടുന്ന ആ ദിവസത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ അന്നേരം തന്നെ അച്ചാറിട്ട് അന്നേരം തന്നെ അത് കൂട്ടിയത്. എനിക്കതിഷ്ടമാണ്. പിന്നെ ഉപ്പും എരിയും മുളകും ഒക്കെ പിടിക്കട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ മുത്തങ്ങ് ചെന്നു. ട്രെയിൻ ഇവിടുന്ന് ലേറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴും കുറച്ച് താമസിച്ചു. ഇനി നാളെ മുതൽ ക്ലാസ്സിൽ കയറണം. പിന്നെ ഇതുവരെ താമസിച്ചിരുന്ന വീട് ഞാൻ പറഞ്ഞില്ല, ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇതുവരെ താമസിച്ചിരുന്ന വീടല്ല, അത് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു വീട്ടിലോട്ട് മാറിയിട്ടാണ് അപ്പു എല്ലാരും കൂടെ തിരിച്ചു പോരുന്നത്. ഇപ്പം മുത്തിന്റെ കൂടെ വേറെ 2 പേരുണ്ട്, ആനന്ദും ഏബലും. അവര് 3 പേരും കൂടെയാണ് ആ റൂം എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ സാധനം മേടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വിളിച്ചു. പിന്നെ വരുന്ന വഴിക്ക് മാമന് ബിപിയുടെ ഗുളിക കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് അവിടെ ഒന്ന് കയറി. അവിടെ പണികളൊക്കെ നടക്കുന്നു. അവിടെ അടുക്കളയിലും സിറ്റ് ഔട്ട് പോലെ കെട്ടിയെടുത്തുമൊക്കെ അരമതില് സ്ലാബും ഒക്കെ പണിഞ്ഞെടുത്തിട്ട് അതിലൊക്കെ ഇട്ടേക്കുന്നു. തീർന്നില്ല. അത് ഇന്ന് ഒരാളെ ഉള്ളായിരുന്നു. പിന്നെ സ്പീഡപ്പിൽ പണി തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മുടെ കയ്യിൽ നമ്മൾ കരുതണം. അവിടെ ഒരാൾ TV വെച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിന്നാ. അപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ ഈ വീടിന്റെ മെയിൻ്റനൻസിന്റെ കാര്യം തന്നെ നമ്മുടെ കയ്യിൽ പൈസ വെച്ചിരുന്നിട്ടാണെങ്കിലും ചില പണികളൊക്കെ ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകും. അതിന് പൈസ ഉണ്ടേലും കണക്കാണ്, ഇല്ലേലും കണക്കാണ്. ഒരു സമയം അത് തുടങ്ങുന്നതിന്റെ സമയം പോലിരിക്കും. റെഡി ക്യാഷ് കൈ വെച്ചുകൊണ്ട് നമ്മൾ പണിക്കാരെ കൊണ്ടുവന്ന് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡപ്പ് ചെയ്ത് തീർക്കാൻ പറ്റും. അതല്ലാത്തിടത്തോളം നമ്മൾ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ഞാനാണെങ്കിൽ ഈ വീട് മെയിൻ്റനൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, 2.5 മാസം എൻ്റെ പ്രിയങ്ങളെ ഞാൻ ചക്രശ്വാസം വലിക്കുമായിരുന്നു. വീട് പണി എന്ന് പറയുന്നതേ ഭയങ്കര ഒരു ടാസ്ക്. അത് നമ്മൾ നോക്കി കണ്ട് ചെയ്യിക്കാനോ ആളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ അവർ പറ്റിച്ചെന്ന് വരും. വീടുള്ളത് മെയിൻ്റനൻസ് ചെയ്തെടുക്കാൻ തന്നെ ഇത്രയും പാടുപെട്ടു ഞാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും വസ്തു മേടിച്ചിട്ട് ഞാനൊരു വീട് വെക്കാൻ പോയായിരുന്നെങ്കിലും എന്നാ എൻ്റെ കഥ കഴിഞ്ഞേനെ. അത്ര പാടായിരുന്നു ഇതിൻ്റെ ഒരു കാര്യം. അതെന്നാ നമ്മൾ വലഞ്ഞേനെ പ്രിയങ്ങളെ. ഒന്നാമത് നമ്മൾ അത്രയും കാലം വാടകയ്ക്ക് താമസിക്കണം, അതിൻ്റെ പുറകെ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മളിപ്പം ഇതിന് ഉടമ്പടി കൊടുത്ത് ഒരു വർക്ക് ഒരാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പോകണ്ടേ. ഒരു വീട് പണി മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല. അതും പ്രത്യേകിച്ച് സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ
ഓരോന്നിനും തീ പിടിച്ച വിലയാണ്. നമ്മൾ അവിടെ താമസിച്ചിടത്തെല്ലാം നമുക്ക് ഈ തുണി കഴുകി വിരിക്കാനുള്ള ഒരു പോർഷനൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു അങ്ങനെ ഒരു ഏരിയ ഉള്ളത്. കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. തുണി കഴുകി വെളിയിലൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പം ഇവിടെ വന്നപ്പം നമുക്ക് അതിനുള്ള ഒരു പോർഷൻ ഇല്ല. ഞാൻ വിചാരിച്ചു അടുക്കളയുടെ ഭാഗത്ത് അടുക്കളയുടെ സൈഡിൽ അങ്ങനെ ഒരു പോർഷൻ ഇറക്കാം എന്ന് വിചാരിച്ചു. അപ്പം ആദ്യം നമ്മളൊരു ഹാഫ് പോർഷനാണ് പറഞ്ഞത്. അപ്പൊ അതൊരു വൃത്തികേട് പോലെ തോന്നി. അത് മാത്രമല്ല എനിക്ക് വണ്ടിയും കൂടെ വെക്കണമല്ലോ. അങ്ങനെ നമ്മളത് ഫുള്ള് ആ അടുക്കളയുടെ ജനൽ മുതൽ ഇങ്ങോട്ട് ആ ഒരു നീളത്തില് ഷീറ്റ് ഇടാം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വർക്കിന് ആളിനെ വിളിച്ചു. നമ്മൾ അവിടെയൊക്കെ വർക്ക് ചെയ്യിച്ചവർ തന്നെയായിരുന്നു. അവിടെ നമ്മൾ എക്സ്റ്റൻഷൻ ഇറക്കിയായിരുന്നല്ലോ. വെറുതെ ആണെങ്കിലും ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ ജയിച്ചായിരുന്നല്ലോ. അപ്പൊ അവരോട് തന്നെ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വന്ന് അത് ചെയ്യിക്കുന്ന ആളന്നേരം എന്നോട് പറഞ്ഞു, എന്താ പറയുന്നത്, അന്ന് ചെയ്തതിന്റെ ഡബിൾ റേറ്റ് ആണ് ഇപ്പോഴും. അതായത് 55 രൂപയായിരുന്നത് ഇപ്പൊ 110 രൂപയായി. അപ്പൊ നമ്മൾ അതനുസരിച്ച് റേറ്റ് കൊടുക്കണം. സാധനങ്ങൾക്ക് പണിക്കൂലി മാത്രമേ ഉള്ളൂ ഡബിൾ ആകാഞ്ഞത്. എന്നാൽ തന്നെ പണിക്കൂലിയും റേറ്റ് ഇപ്പം ഈ അന്യസംസ്ഥാനക്കാരെല്ലാം തിരിച്ചു പോയത് കൊണ്ട് അതും കൂടുതലായിരുന്നല്ലോ. അങ്ങനെ ഇതൊക്കെ തീർത്തെടുക്കാൻ പെട്ട പാട്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ പണി എഴഞ്ഞും നീങ്ങിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഓണത്തിന് മുമ്പ് അത് തീർത്തെടുക്കണമെന്ന് മാമി ആഗ്രഹിച്ചിരിക്കുക. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ എന്താണ് പ്രിയങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീൻ കൊണ്ടുവന്നെന്ന്. അമ്മ അത് കറി വെക്കാൻ തുടങ്ങുന്നു. ഇന്ന് രാവിലെ നമുക്ക് ഇച്ചിരി മത്തങ്ങ കിട്ടി. വീട്ടിലുണ്ടായ മത്തങ്ങ നമുക്കിവിടെ ഒരാൾ കൊണ്ടു തന്നു. അപ്പൊ അന്നേരേ അമ്മ പറഞ്ഞു, ഇത് പണ്ട് അമ്മയുടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലൊക്കെ മത്തങ്ങയൊക്കെ കിട്ടുന്ന പുളിങ്കറി വെക്കുമെന്ന് പറഞ്ഞ്. അപ്പൊ എന്നെ കൊതിപ്പിച്ച് പുളിങ്കറി വെക്കുന്നത് അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് മാത്രം കൂട്ടി ചോറുണ്ണുമായിരുന്നു. അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു. ഞാൻ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് പോയത്. എന്തായാലും പുളിങ്കറി വെച്ചിട്ടുണ്ട്. മോനിക്കുട്ടനോട് ആദ്യം കൊടുത്തപ്പോൾ മോനിക്കുട്ടന് മടിയായിരുന്നു. പിന്നെ അത് മാത്രം കൂട്ടി ചോറുണ്ടോന്ന് പറഞ്ഞു. എനിക്ക് അത് കൂട്ടി ചോറുണ്ണാനുള്ള ഒരു ത്വര, മുത്ത് പറയുന്ന പോലെ ഒരു ത്വര ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അതുകൊണ്ട് ഞാൻ എളുപ്പം കുളിച്ച് തിരിച്ചു വരാം കേട്ടോ. മഴയോട് മഴയാ പ്രിയങ്ങളെ. നിൽക്കുന്ന നിപ്പില് തുള്ളിക്ക് ഒരു കുടം കണക്കാണ് പെയ്തു നനയുക. അതാണ് കുഴപ്പം ഒക്കെ പറയുന്നുണ്ട്. ഇത് നമുക്ക് കൂട്ടാനാണ് കേട്ടോ. മോനിക്കുട്ടന് അവിടെ ഇരുന്ന് എഴുതാൻ കസേര താണിരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഒരു ടേബിൾ മേടിക്കാം. മോനിക്കുട്ടന് ഒരു സ്റ്റഡി ടേബിൾ. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. കുറച്ച് വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്താൽ പ്രാർത്ഥിക്കാക്കളെ. തീരാറായോ? ഈ ഒരു പേജ് എന്തുവാ തമ്പുരാനെ? അമ്മ പൈസ ഇടമ്മേ, മേടിക്കാനെന്ന് പറഞ്ഞിട്ട് പൈസ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാതെ ഇവിടെ ഓർഡർ ചെയ്യാതിരിക്കുക. നീ പറയാതെ എത്ര രൂപയാന്ന് പറയാതെ ബില്ല് ഇടൊക്കെ. ഞാൻ വിളിച്ചപ്പോ അവൻ ബിസി ആയിരുന്നു. എന്നാ തിരിച്ചു വിളിച്ചൂടെ? എപ്പോഴാ? ഞാൻ വിളിച്ചായിരുന്നു. മോനിക്കുട്ടൻ നോട്ട് എഴുതുമായിരുന്നടാ. ഞാൻ മ്യൂട്ടാക്കിയൊന്നുമില്ല. ഞാന് തക്കാളി ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. കുറെ സാധനം മേടിച്ചു. വെജിറ്റബിൾസ്, ചിക്കൻ ഒന്നും മേടിച്ചില്ല. ചിക്കൻ നാളെ വല്ലതും മേടിക്കാന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വിലയാ സെറ്റ് വയ്ക്കാത്ത. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ നാളത്തേക്കും ഇന്നത്തേക്കും ഉള്ള വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ട്. പൈസ ഇടുവോ? ഓട്സും മറ്റേ ഗ്രീൻ ടീയും പിന്നെ കുക്കുംബർ, തക്കാളി, ഉള്ളി വിട്ടിട്ടുണ്ട്. പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോ ഒന്നും കോണും ഒന്നും തിന്നല്ലെന്ന് പറഞ്ഞമ്മേ. കഴിക്കരുത്. അതൊന്നും തിന്നല്ലെന്ന് പറഞ്ഞു. ഈ ഓട്സ് മസാല പോലെ ഉണ്ടാക്കി കഴിക്കണം. പഞ്ചസാര ഇട്ട് കഴിക്കല്ലേ? ഇല്ല, ഞാൻ പഞ്ചസാര ഇടത്തില്ല. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ഞാനങ്ങ് പറഞ്ഞതാ. ഞാൻ എന്തോത്തിനാ പഞ്ചസാര ഇടുന്നത് അമ്മയെന്ന് പറഞ്ഞു. എന്തായാലും ഒരു 600 രൂപ 650 രൂപ എങ്ങാണ്ട്. 600 രൂപ ഇടാം. ഞാൻ മേടിക്കട്ടെ, ഓർഡർ ചെയ്യട്ടെ. ഇപ്പൊ മേടിച്ചാലേ എനിക്ക് 9 മണി 10 മണി ആകുമ്പോഴേലും കഴിക്കാൻ പറ്റും. 10 മണിക്ക് കഴിക്കുന്ന ശീലം നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ എന്ത് ചെയ്യാനാ, അമ്മ വിളിച്ചിട്ട് എടുത്തുമില്ല അമ്മ. ഞാൻ ഓർഡർ ചെയ്യട്ടെ. പറ. അങ്ങോട്ട് ചെന്ന് കേറിയില്ല. അതിന് മുമ്പ് വരുന്ന
അമ്മമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണ്. എന്തു അമ്മേ? ഓ, അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ഉപ്പുഭരണി താഴെ വീണ് പൊട്ടിപ്പോയി, അത്രയേ ഉള്ളൂ സംഭവം. ആ, ഞാൻ വിളിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ശരി. ഒന്ന് ഓർഡർ ചെയ്യട്ടെ. ശരി. ശരി. നോട്ട് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് കൊച്ചോക്ക് മെസ്സേജ് അയക്കുമോ പ്രിയങ്ങളെ? കൊച്ചോള് വരുമോ, എപ്പോഴാണ് വരുന്നേ? ഞാൻ അറിയുന്നില്ലെന്നാ വിചാരം ഇല്ലേ? എന്തോ ആ കറണ്ട് അടിക്കുന്ന പോലെ കാലാനെ കണ്ട? ഏത് കാല്? ഇപ്പുറത്തെ കാല് എന്തോ എളുപ്പം എഴുതി. എനിക്ക് വിശക്കുന്നു മോന് കൂട്ടാൻ. വേണ്ട, എളുപ്പം അങ്ങോട്ട് എഴുതിക്കും. ഫോൺ ഞാനിപ്പോൾ ഇങ്ങനെ മേടിക്കും. കറി റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മത്തങ്ങ പുളിങ്കറി. ചോറ് ഉരുളക്കിഴങ്ങ് വെക്കുക, കഴിക്കാം. വിശപ്പ് കൂടി പ്രിയങ്ങളെ. ഇത് കണ്ടോ, ഇതിന്റെ കാര്യം അമ്മോൻകുട്ടൻ അമ്മൂത്തിനോട് പറഞ്ഞു, ഇതിന്റെ അടപ്പ് പൊട്ടിച്ചു അമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണു. ഉപ്പുഭരണി, നമ്മുടെ ഉപ്പുഭരണിയുടെ അടപ്പ് പൊട്ടി. നമുക്ക് വേറൊരു ഉപ്പുഭരണി ഇരിപ്പുണ്ട്, അതാക്കാം എന്ന് വിചാരിക്കുന്നു. മഴയാണ്, മഴ. കാലിവിടെ പൊക്കി വെക്കുക, ഈ കാല് കഴിയാറായി. എന്നാ ഞാൻ കഴിക്കാം. അമ്മയ്ക്ക് വിശക്കുന്നോ? നാളെ അത് എഴുതെടുക്കും. അതിന്റെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, പിന്നെ സമയമില്ലേ? കുറച്ചുകൂടി ചെല്ലുന്ന നാളെ വരുന്ന. അവള് മെനഞ്ഞാണല്ലോ പോയത്. ആ ചോറ് വിളമ്പട്ടെ. വിശപ്പ് അതിക്രമിച്ചു, 9 മണിയായി. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. കേരയാ മേടിച്ചത്. ഇനി അത് അന്നേരം തന്നെ ചട്ടിയിലാക്കി എടുക്കട്ടെ. നാളെ രാവിലെ ചപ്പാത്തി മതിയെന്ന് കാരണവര് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മത്തങ്ങ പുളിങ്കറി. ഇത് പ്രിയപ്പെട്ടവരാരും ഇതിന്റെ റെസിപ്പി ചോദിക്കരുത്, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, ഞാൻ ഈ കറി കൂട്ടിയിട്ടില്ല, കൂട്ടാൻ പോവാണ്. മോനിക്കുട്ടിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വേറെ ഒരു സംശയവും വേണ്ട, ടേസ്റ്റായി. അപ്പോ ഇന്നത്തെ അത്താഴം റെഡിയായിരിക്കുകയാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. ചക്കര മുത്തുമണികളോടെല്ലാം പതിവ് പോലെ സ്നേഹം പറയുന്നു. വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. മറക്കരുത് കേട്ടോ, മറന്നു പോവല്ലേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് ടാറ്റാ.
കൂട്ടിയിട്ടുണ്ടോ? കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. സ്കൂളിലുണ്ട്. കുളിയെടുത്തോ? കുളിച്ചോ? കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.